നമ്മുടെ ശ്രദ്ധശക്തി ഒരു ദിവസം കൊണ്ടല്ല നഷ്ടപ്പെടുന്നത്, ഒരു വലിയ തെറ്റുകൊണ്ടുമല്ല. പലപ്പോഴും ദിവസേന ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങളാണ് അറിയാതെ മനസ്സിനെ ക്ഷീണിപ്പിക്കുകയും ശ്രദ്ധയെ ചിതറിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് മുമ്പത്തെ പോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാരണം ഇവയിലേതെങ്കിലും ഒന്നായിരിക്കും. ആദ്യത്തെ കാരണം തന്നെ നമ്മുടെ ഫോൺ തന്നെയാണ്. കണ്ണു തുറന്ന ഉടനെ നോട്ടിഫിക്കേഷനുകളോ സോഷ്യൽ മീഡിയയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സ്വന്തമായി ഉണരാൻ പോലും സമയം നൽകുന്നില്ല. ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ ചിന്തകളോടല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടാണ്. ഒരു ചെറിയ മെസ്സേജോ അലേർട്ടോ പോലും നിങ്ങളുടെ ഏകാഗ്രതയെ തകർക്കും. ശ്രദ്ധ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അതേ നിലയിലേക്ക് തിരികെ എത്താൻ തലച്ചോറിന് സമയം വേണം. അതുപോലെ തന്നെയാണ് ഷോർട്ട് വീഡിയോകളും തുടർച്ചയായ സ്ക്രോളിങ്ങും. തുടർച്ചയായി ചെറിയ ഉത്തേജനങ്ങൾ ലഭിക്കുമ്പോൾ തലച്ചോറ് അതിനോട് അടിമപ്പെടുന്നു. അതുകൊണ്ടാണ് ഒരു പുസ്തകം വായിക്കാനോ ഒരു ജോലിയിൽ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ചിലർ വ്യക്തമായ മുൻഗണനകളില്ലാതെ ജോലി ചെയ്യുന്നത്. എല്ലാം പ്രധാനമാണെന്ന് തോന്നുമ്പോൾ ചിലർ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നുപോകും. ദിശയില്ലാത്ത പരിശ്രമം ക്ഷീണം മാത്രമാണ് സമ്മാനിക്കുന്നത്. അതുപോലെയാണ് ഒരിക്കലും നമ്മെ ബോറടിക്കാൻ അനുവദിക്കാത്തത്. ഒഴിഞ്ഞ നിമിഷങ്ങൾ പലർക്കും അസ്വസ്ഥതയാണ്. പക്ഷേ ആ നിശബ്ദ സമയങ്ങളിലാണ് പുതിയ ആശയങ്ങളും സൃഷ്ടിപരമായ ചിന്തകളും ജനിക്കുന്നത്. ബോറടിക്കൽ ശത്രുവല്ല, അത് മനസ്സിന് വിശ്രമം നൽകുന്ന ഇടവേളയാണ്. ഇനി പറയുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം: നമ്മുടെ ഉറക്കത്തെ അവഗണിക്കുന്നത്. ഉറക്കം കുറയുമ്പോൾ ശരീരം മാത്രമല്ല മനസ്സും ക്ഷീണിക്കും. തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ഓർക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ ബുദ്ധിമുട്ടാകും. അടുത്തതാകട്ടെ അവ്യവസ്ഥ നിറഞ്ഞ ചുറ്റുപാട്. നമ്മുടെ ചുറ്റുപാടിലെ അലങ്കോലാവസ്ഥ പലപ്പോഴും മനസ്സിനെയും ബാധിക്കും. വൃത്തിയുള്ള ഇടം വ്യക്തമായ ചിന്തകൾക്ക് സഹായകമാണ്. നമ്മളിൽ ചിലർ എല്ലാത്തിനും അതെ എന്ന് പറയുന്നതാണോ? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ നമ്മൾ പലപ്പോഴും സ്വന്തം ലക്ഷ്യങ്ങളെ മറക്കുന്നു. ഓരോ അതേയും നിങ്ങളുടെ സമയത്തിൻ്റെയും ശ്രദ്ധയുടെയും ഒരു ഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ നാം നമ്മുടെ സ്വന്തം ചിന്തകളിൽ നിന്ന് എപ്പോഴും ഓടിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും ഫോൺ, സംഗീതം, വീഡിയോ എന്തെങ്കിലും വേണമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? കാരണം നിശബ്ദതയിൽ സ്വയം കേൾക്കാൻ നമ്മൾ മറന്നിരിക്കുന്നു. എന്നാൽ മനസ്സിന് സ്വയം പുനഃക്രമീകരിക്കാൻ അത്തരം നിമിഷങ്ങൾ അത്യാവശ്യമാണ്. ഏകാഗ്രത നഷ്ടമാകുന്നത് പെട്ടെന്നല്ല, അതുപോലെ അത് തിരികെ ലഭിക്കുന്നതും ഒരു രാത്രി കൊണ്ടല്ല. പക്ഷേ ചെറിയ ശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മനസ്സ് വീണ്ടും വ്യക്തത കണ്ടെത്തും. കാരണം ഫോക്കസ് എന്നത് ഒരു കഴിവല്ല, അത് നാം ദിവസവും സംരക്ഷിക്കേണ്ട ഒരു ശീലമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ തകർക്കുന്നത് വലിയ പ്രശ്നങ്ങളല്ല, ദിവസേന ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങളാണ്.